മാമനെ ക്ഷണിക്കാം. കേശവ മാമൻ ഓൺ സ്റ്റേജ്. നമസ്കാരം. നമസ്കാരമുണ്ട്. വരുന്ന വഴിക്ക് പട്ടിനെ വല്ലതും മേടിച്ചിട്ടുണ്ടോ ഇവിടെ ഫ്ലോറിൽ? ഞാൻ മേടിച്ചിട്ടില്ല. അതിനി കറങ്ങി തിരിഞ്ഞ് വന്നാണോ സൈഡിലൊരു പട്ടിയിരുന്ന് കടിച്ചാനേ ഇപ്പൊ കാലം പോയിട്ട്. അയ്യോ പൊന്നു ഭാഷ, അത് ഞാൻ കൊണ്ടുവന്ന് കെട്ടിയേക്കണത് അവിടെ. ആണാ? അടുത്ത പരിപാടിക്ക് കൊണ്ടുപോകാനുള്ളതാണ് പട്ടി. ഇത് കഴിഞ്ഞിട്ട് വേണം കൊണ്ടുപോകാൻ. പ്രോഗ്രാമുണ്ട്. വന്ന വഴിയിലൊക്കെയാണ് കേട്ടണത് ചേട്ടാ. കടിച്ചാന് മാന്തിയത്. കുഴപ്പമില്ല, പേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, വേറെ കുഴപ്പമില്ല. എന്റെ ഒരാളുടെ 30,000 രൂപയുടെ ഒരു വിലയുള്ള പട്ടി പുള്ളിക്കാരൻ തന്നെ എത്തുപോയി. പുള്ളിയുടെ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് ഇതായിപ്പോയി. വീട്ടിലെ സെറ്റി ഉണ്ട്. സെറ്റിയുടെ അടിയിൽ ഈ പട്ടി കിടക്കുക. കുറച്ച് കഴിഞ്ഞപ്പം ഫ്ലാറ്റിൽ ഗ്യാസ് കുറ്റിയായിട്ട് ആള് വന്നു. അപ്പൊ ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പൊ ചേച്ചി ആ കൊണ്ടുവന്ന ആളോട് പറഞ്ഞ് ഈ ഗ്യാസ് കുറ്റി ഒന്ന് അടുക്കളായിട്ട് കൊണ്ടുവച്ച് തരാമെന്ന് ചോദിച്ചു. പുള്ളി ആ ഗ്യാസ് കുറ്റിയായിട്ട് പോയപ്പോ ഈ പട്ടി അടിയിൽ നിന്ന് സെറ്റിയുടെ അടിയിൽ നിന്ന് കാലേ കടിച്ച് പുള്ളി ആ കുറ്റി പട്ടിയുടെ പുറത്ത് വെച്ച് രണ്ടാമതും കേട്ട് കഴിഞ്ഞ് എല്ലാം കൂടെ വെടിയും പുകയും പോലെ ഒരു ഗ്യാസ് കുറ്റിയിൽ തീർന്ന പട്ടിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. ഗ്യാസ് കുറച്ച് ലീക്ക് ചെയ്ത പോലെ. ഒരു ചെറിയ ഗ്യാസ് ലീക്ക് ചെയ്ത പോലെ കേട്ടില്ല. പട്ടിയുടെ കോർഡിനേഷൻ ഉണ്ടോ? പിന്നെ പട്ടി ഒട്ടകം വരെ കൊടുക്കും ഞാൻ. പിന്നെ ഒട്ടകം, ഉടുമ്പ്, മുതല ഒക്കെ ഉണ്ട്. എനിക്ക് സിനിമയിൽ ഞാൻ പഞ്ചവർണ്ണത്തെ ചെയ്യുമ്പോൾ കുറെ ജീവികളെ വേണം. നിങ്ങളെ നേരത്തെ പരിചയപ്പെട്ടിരുന്നെങ്കിൽ എല്ലാത്തിനും നിങ്ങളുടെ മേടിക്കായിരുന്നു. ഞാനിപ്പോ ഒരു സിനിമയ്ക്ക് മറ്റേ ഇതിനെ കൊടുത്തത് ഉറാങ്ങുട്ടാങ്. ഓറാങ്കുട്ടൻ. അതന്നെ. കൊടുക്കുന്ന സാധനത്തിന്റെ പേരെങ്കിലും ഒന്ന് പഠിക്കരുതോ? പേരിലല്ലല്ലോ കാര്യം, ജീവിയിലല്ലേ. ഓറാങ്കുട്ടൻ തന്നെ വാടക ഒരു ദിവസം അങ്ങനെയൊന്നുമില്ല. കിട്ടണ വന്ന ആളും കിട്ടണ കാശുമാണ്. അങ്ങനെ വെച്ച് കൊടുക്കുകയുള്ളൂ അല്ലേ? എന്താ പറഞ്ഞ കോറാങ്കുട്ടനാ? ഞാൻ വേറെന്തോ മുട്ടെന്ന് കേട്ടെന്ന്. അല്ലല്ല, ഓറാങ്കുട്ടൻ എന്ന് പറഞ്ഞത്. അല്ല, അങ്ങനെ ഒരു മുട്ട ഉണ്ടായി പുള്ളി പൊക്കോളുമല്ലോ. വന്ദന നേരത്തെ വരണി വന്ന വേറൊരു വന്ദനെ വെച്ചൊരു ഇതുണ്ടായിരുന്നു ഇവിടെ. വന്ദനത്തിലെ പാട്ടാണ് നേരത്തെ എപ്പിസോഡ് പാടിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇവർക്ക് പറ്റിയ വേറൊരു പാട്ട് കയ്യിലുണ്ടാവില്ലേ? വേറൊരു പാട്ടുണ്ട്, രാപ്പാടി പക്ഷിക്കൂട്ടം. അതാണ്. ആ കൂട്ടത്തിൽ നിന്നാണ് നമ്മള് ഇവർക്കുള്ള സമ്മാനം കൊടുക്കാൻ പോണത്. അതിന്റെ പാരഡിയാണ് ഞാൻ പാടാൻ പോണത്. രീതികളൊക്കെ അറിയാലോ. കേശവ മാമൻ ഒരു പാട്ട് പാടും. ആ പാട്ടിൽ നിന്ന് 3 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. ഉത്തരം പറയുന്ന ആൾക്കാരായിരിക്കും ആദ്യം പെർഫോം ചെയ്യുന്നത്. ശരി. രാത്രിയിലീ പട്ടിക്കൂട്ടം കടികൂടാനെത്തും നേരം കുരച്ചിടുന്നേ, ചാടിക്കടിച്ചിടുന്നേ. വഴിപോക്കൻ ജോൺ കുട്ടിക്ക് വഴിതെറ്റി പോകും നേരം അടുക്കലെത്തി കാലെ കടിച്ചു പട്ടി. പോപട്ടി എന്നെ വെറുതെ വിടുപട്ടി, കടുകട്ടിയിൽ ചിഹ്നം ഭിന്നം കടികിട്ടി ഹൊയ്യാഹോ. രാത്രിയിലീ പട്ടിക്കൂട്ടം കടികൂടാനെത്തും നേരം കുരച്ചിടുന്നേ, ചാടിക്കടിച്ചിടുന്നേ. വഴിപോക്കൻ ജോൺ കുട്ടിക്ക് വഴിതെറ്റി പോകും നേരം അടുക്കലെത്തി കാലെ കടിച്ചു പട്ടി. കമ്പിക്കൂട്ടിനുള്ളിൽ ഒരു കുഞ്ഞുണ്ടോകതുണ്ട്, തിന്നാൻ മാത്രമറിയാം കൊരവല്ലപ്പോഴുമുള്ളൂ. തെരുവിൽ കൂടി നിൽക്കും തെരുനായ്ക്കൾക്കാരുമില്ല, ഡിപ്രഷന്റെ മറവിൽ ചില ഡോഗും ഡേഞ്ചറാകും. കുത്തുമെടി പൊക്കിളിന്റെ ചുറ്റുവട്ടത്തെല്ലാം ഇനിയൊത്തിരി നാൾ പേ പിടിച്ചത് പോലെ വീട്ടിലിരിക്കാം. കുത്തുമെടി പൊക്കിളിന്റെ ചുറ്റുവട്ടത്തെല്ലാം ഇനിയൊത്തിരി നാൾ പേ പിടിച്ചത് പോലെ വീട്ടിലിരിക്കാം. പോപട്ടി എന്നെ വെറുതെ വിടുപട്ടി, കടുകട്ടിയിൽ ചിഹ്നം ഭിന്നം കടികിട്ടി ഹൊയ്യാഹോ. രാത്രിയിലീ പട്ടിക്കൂട്ടം കടികൂടാനെത്തും നേരം കുരച്ചിടുന്നേ, ചാടിക്കടിച്ചിടുന്നേ. വഴിപോക്കൻ ജോൺ കുട്ടിക്ക് വഴിതെറ്റി പോകും നേരം അടുക്കലെത്തി കാലെ കടിച്ചു പട്ടി. പോപട്ടി. Once upon a time, once upon a time.